ഈ 3 പ്രവർത്തകർ മേളിൽ കയറിയിട്ട് അതിലൊരു പ്രവർത്തകൻ DYFI പ്രവർത്തകൻ വലിയൊരു കല്ലെടുത്ത് താഴെ നിന്ന് ഒരു പോലീസുകാരൻ്റെ തലയിലേക്ക് ഇടുന്നു. ഇത് തടുക്കുന്ന ഭാര്യയെ വളരെ ദയനീയമായിട്ട് അവരെ ഉപദ്രവിക്കുന്നു. അവർ ധരിച്ചിരുന്ന ഷർട്ടിനുള്ളിൽ വസ്ത്രത്തിനുള്ളിൽ മുഴുവൻ ബൂട്ടിൻ്റെ പാടാണ്. 8 വയസ്സായ കൊച്ചിനെയും 14 വയസ്സായ കൊച്ചിനെയും മൃഗീയമായി മർദ്ദിച്ചു. അതുപോലെ തന്നെ മുൻ MLA ആയിട്ടുള്ള ഭരണകക്ഷി MLA ആയിട്ടുള്ള ശ്രീ VK പ്രശാന്ത് തലയിലടിച്ച് സത്യം ചെയ്തു. ഞാൻ പിരിഞ്ഞു പോകുന്നതിന് മുമ്പേ ഈ സുഗതൻ എന്ന് പറയുന്ന കൗൺസിലറെ കാപ്പ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുമെന്ന് പൊതുജന മധ്യത്തിൽ തന്നെ പ്രസംഗത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. നമസ്കാരം. ഇക്കഴിഞ്ഞ 9-ാം തീയതിയാണ് വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെ വട്ടിയൂർക്കാവ് പോലീസ് പുലർച്ചെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് കാപ്പ ആക്ട് പ്രകാരം അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതികരണം സുഗതന് അനുകൂലമായി പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നുണ്ട്. മാധ്യമങ്ങളിൽ വന്നതുപോലെ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ അല്ല കാര്യങ്ങളെന്നാണ് വട്ടിയൂർക്കാവിലെ വലിയൊരു വിഭാഗം ജനങ്ങളും പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്നും ആ ഗൂഢാലോചനയ്ക്ക് വ്യക്തമായൊരു അജണ്ടയുണ്ടെന്നും BJP ആരോപിക്കുന്നു. നമ്മളോടൊപ്പമുള്ളത് വട്ടിയൂർക്കാവ് BJP വട്ടിയൂർക്കാവ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ വഴയിലെയാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അന്ന് 9-ാം തീയതി നടന്ന സംഭവം, അത് മാധ്യമങ്ങളിൽ വന്നത് സുഗതൻ വലിയൊരു ക്രിമിനലാണെന്നും കാപ്പ ആക്ട് പ്രകാരം അദ്ദേഹത്തെ ജയിലിലടച്ചത് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള തരത്തിലൊക്കെയാണ്, അദ്ദേഹത്തെ വലിയൊരു ക്രിമിനലായി ചിത്രീകരിച്ചുകൊണ്ടാണ്. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്? കഴിഞ്ഞ 10 വർഷമായിട്ട്, അതായത് കഴിഞ്ഞ 10 വർഷങ്ങളെന്ന് പറയുന്നത് LDF സർക്കാർ ഭരണത്തിലിരിക്കുന്ന കാലഘട്ടം മുഴുവൻ ഈ സുഗതൻ അനുഭവിച്ചത് തീവ്രമായിട്ടുള്ള ഒരു പീഡനത്തിൻ്റെ കഥയാണ് അതിനകത്ത് പറയാനുള്ളത്. അതിൻ്റെ പരിസമാപ്തി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സുഗതനെ കാപ്പ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത് അകത്താക്കിയത്. അദ്ദേഹത്തിനെ കാപ്പ കേസ് എന്നുള്ള നിലയിലല്ല അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. വെള്ളൈക്കടവിൽ ഒരു DYFIക്കാരനെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒടുവിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അറസ്റ്റ് ചെയ്തതിൻ്റെ അന്ന് തന്നെ അദ്ദേഹത്തെ കാപ്പ ചുമത്തി ജയിലിലടക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ശരിക്കും കൊടിയ പീഡനത്തിനിരയാകുകയായിരുന്നു. അദ്ദേഹത്തിന് നിരവധി BJP പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഒക്കെയുണ്ട്. പക്ഷേ സുഗതനോട് മാത്രം ഇത്രയധികം ഒരു വിരോധം പോലീസിന് തോന്നാൻ കാരണം എന്താണ്? വട്ടിയൂർക്കാവിൽ ഇപ്പോൾ നടക്കുന്ന വികസനത്തിൽ പ്രധാന പങ്കുവഹിച്ചയാളാണ് സുഗതൻ. ആ പ്രദേശത്തെ രാഷ്ട്രീയം ഇല്ലാതെ തന്നെ അവിടുത്തെ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വട്ടിയൂർക്കാവ് വികസന സമിതി എന്ന് പറയുന്നൊരു സംഘടനയുണ്ടാക്കി ആ പ്രദേശത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ പ്രതികരിച്ചു. ഒടുവിൽ നേടിയ വിജയമാണ് വട്ടിയൂർക്കാവിൽ ഇപ്പോൾ ഏതെങ്കിലും വികസനം നടക്കുന്നുണ്ടെങ്കിൽ ആ വികസനത്തിൻ്റെ നടത്തിപ്പ്. അതാണ് യാഥാർത്ഥ്യം. ആ വികസന പ്രക്രിയകൾക്ക് തുടക്കം കുറിക്കാൻ സുഗതൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടന ഉണ്ടായി എന്നുള്ളതാണ് സുഗതനെതിരെ ഇത്രയധികം എതിർപ്പ് വരാൻ. അതുപോലെ തന്നെ മുൻ MLA ആയിട്ടുള്ള ഭരണകക്ഷി MLA ആയിട്ടുള്ള ശ്രീ VK പ്രശാന്ത് തലയിലടിച്ച് സത്യം ചെയ്തു. ഞാൻ പിരിഞ്ഞു പോകുന്നതിന് മുമ്പേ ഈ സുഗതൻ എന്ന് പറയുന്ന കൗൺസിലറെ കാപ്പ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുമെന്ന് പൊതുജന മധ്യത്തിൽ തന്നെ പ്രസംഗത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കാപ്പ കേസ് ചുമത്തി. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വട്ടിയൂർക്കാവ് മുൻ MLA ആയ VK പ്രശാന്തിന് പങ്കുണ്ടെന്ന് തന്നെയാണ് 100% നമ്മൾ പറയുന്നു. അതിനി എന്ത് ഡിഫർമേഷൻ വന്നാലും അതിനെ എതിർക്കാനും അതിനെതിരെയുള്ള തെളിവുകൾ കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഈ കാപ്പ കേസ് ചുമത്തിയതിൻ്റെ പിന്നിൽ മുൻ MLA ആയിട്ടുള്ള ശ്രീ VK പ്രശാന്ത് തന്നെയാണ് എന്നുള്ളതിന് നിസ്സംശയം ഞങ്ങൾ തെളിവുകൾ നിരത്തി പറയാം. കാരണം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ SHO ആയിട്ടുള്ള വിപിൻ, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള സഖാവ് വിപിൻ ഇവിടെ ഈ സ്റ്റേഷൻ ഭരിക്കുമ്പോൾ ആ സ്റ്റേഷൻ പരിധിയിൽ സുഗതനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങളാണ്, പോലീസിൻ്റെ ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ആ കാലഘട്ടത്തിലൊന്നും അദ്ദേഹം ഒരു കേസിലും പെട്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമായിരിക്കെ ഒരു കേസ് പ്ലാൻ ചെയ്ത് ഒരു കേസുണ്ടാക്കി, ഒരു തിരക്കഥയുണ്ടാക്കി, സുഗതൻ്റെ പേരിൽ ഒരു കേസുണ്ടാക്കി സുഗതനെ കാപ്പ ചുമത്താനായിട്ട് മുഴുവൻ ചുക്കാൻ പിടിച്ചതും അഡ്വക്കേറ്റ് VK പ്രശാന്ത് മുൻ MLA ആണ്. അപ്പം അത് മാത്രമല്ല, ഇത് ഈ സുഗതനെതിരെ മുമ്പ് പല ക്രിമിനൽ കേസുകളും ഉണ്ട് എന്നാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നെ എങ്ങനെ BJP സീറ്റ് കൊടുത്തു? കാരണം CPM-നെ പോലെയല്ല BJP-യും കോൺഗ്രസും. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇത്തരക്കാരെ സംരക്ഷിക്കാത്തൊരു നിലപാടാണ് ഉള്ളത്. അപ്പോൾ BJP എങ്ങനെ സീറ്റ് കൊടുത്തു? അത് ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്രയധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് എങ്ങനെയാണ് മത്സരിക്കാൻ കഴിഞ്ഞത്? ആരോപണമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഓരോ സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സുഗതൻ സബ്മിറ്റ് ചെയ്യുന്ന രേഖകൾ കൃത്രിമമാണെങ്കിൽ ആ കൃത്രിമ രേഖകൾ ഹാജരാക്കിയാണ് നോമിനേഷൻ കൊടുത്തതെന്ന് പറയാൻ മറ്റുള്ളവർക്ക് അവകാശമുണ്ട്. പക്ഷേ അദ്ദേഹം ഹാജരാക്കിയിട്ടുള്ള രേഖകൾ മുഴുവൻ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ അംഗീകരിക്കുന്നത്. ആ നോമിനേഷൻ അംഗീകരിച്ച് ജനങ്ങൾ സ്വീകരിച്ച ഒരു മനുഷ്യനെ എങ്ങനെയാണ് ക്രിമിനൽ പുള്ളി എന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്താനായിട്ടാവും? അതും 2 തവണ സുഗതനെതിരെ കാപ്പ ചുമത്താനായിട്ട്, അതായത് 2011 ശേഷം 2 തവണ സുഗതനെതിരെ കാപ്പ ചുമത്താനായിട്ട് റെക്കമെൻഡേഷൻ ഈ പോലീസിനകത്തു നിന്നുണ്ടായിരുന്നു. അന്ന് സുഗതൻ്റെ രക്ഷയ്ക്കെത്തിയത് ബഹുമാനപ്പെട്ട കോടതികളാണ്. 2011 UDF-ന്റെ ഭരണമായിരുന്നു. 2011 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിലാണ് സുഗതൻ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത്. അതിൽ UDF-കാരും സുഗതനെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ്. മുൻ MLA ആയിട്ടുള്ള, ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള ശ്രീ K. മുരളീധരൻ സുഗതനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു മുമ്പ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് എന്തോ മാനസാന്തരപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ അതിനെ ആ വെടിവയ്പ്പിനെ അദ്ദേഹം ന്യായീകരിക്കുന്നില്ല. അന്നത്തെ ഇല്ല, അയാൾ മാനസാന്തരപ്പെട്ട് സുഗതൻ നിരപരാധിയാണെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ആ സുഗതൻ്റെ വീട്ടിൽ നടത്തിയിട്ടുള്ള വെടിവയ്പ്പിനെ ന്യായീകരിക്കാതെ അപലപിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത്. വട്ടിയൂർക്കാവിൽ വെടിവയ്ക്കേണ്ട ഒരു സാഹചര്യമില്ല. പോലീസും BJP-യും RSS-ഉമായിട്ടൊക്കെ വളരെ സൗഹൃദമായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു പ്രദേശമാണ് ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. ആ പ്രദേശത്ത് ഇപ്പോൾ അയാളെ വീട്ടിൽ കയറി വെടിവെച്ച് പിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കീഴടങ്ങാൻ കോടതി പലതവണ ആവശ്യപ്പെട്ടെന്നും പിന്നീട് അത് അനുസരിക്കാത്തത് കൊണ്ടാണ് പിന്നീട് കോടതിക്ക് ജാമ്യാപേക്ഷ തള്ളേണ്ടി വന്നതെന്നുമൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. അതിനുശേഷം അന്ന് തന്നെ പോലീസ് കാപ്പ ചുമത്തുന്നു, കളക്ടറെ കണ്ട് കാപ്പ ചുമത്തുന്നു, പുലർച്ചെ അറസ്റ്റ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സുഗതൻ ഒളിവിലായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് മാർച്ച് മാസം 2026 മാർച്ച് മാസം 22-ാം തീയതി നമ്മുടെ കടയിൽ മുടുമ്പ് എന്ന് പറയുന്ന വട്ടിയൂർക്കാവിലെ പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രത്തിലെ ഈ ദിക്ക് ബലിയുണ്ട്. ആ ദിക്ക് ബലിയുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളൈക്കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് ആ പ്രദേശത്തെ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു നാമജപ സംഗമം, അതായത് ഭക്തർ ഇത് ഒന്നിച്ചു കൂടിക്കൊണ്ട് നാമജപം മുഴക്കിക്കൊണ്ട് അവർ ആ ഇറക്കി പൂജ, അത് വളരെ രാത്രിയിലാണ് എത്താറുള്ളത്. അതുകൊണ്ട് ആ അമ്മമാരും സഹോദരിമാരും അവിടെ തങ്ങുന്ന സമയം മുഴുവൻ നാമജപം മുഴക്കിക്കൊണ്ട് ഭക്തിഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അവിടെ ഒരു പ്രത്യേക പരിപാടി, ഒരു പൂജാ സംഗമം അവിടെ നടത്തിയിരുന്നു. ആ സംഗമത്തിനിടയിൽ മദ്യപിച്ച് ലക്ക് കെട്ടെത്തിയ അവിടെ ടാർസൻ എന്ന് പറയുന്ന ഒരു പ്രശാന്ത്, ആ പ്രശാന്ത് DYFI-കാരനാണ്. DYFI നേതാവെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ MLA അടക്കം പറയുന്നത് DYFI-യുടെ നേതാവെന്നാണ്. ആ നേതാവിൻ്റെ നേതൃത്വത്തിൽ 3-അംഗ സംഘം അവിടെ എത്തി, മദ്യപിച്ചെത്തി, വെട്ടുകത്തിയുമായിട്ട് അവിടെ വന്ന് ഈ നാമജപവും ഭക്തിഗാനമേളയും നടത്തിയിരുന്ന ആൾക്കാരോട് അടിപൊളി പാട്ട് പാടണമെന്ന് ആവശ്യപ്പെട്ടു. അവരുടെ കയ്യിൽ സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അടിപൊളി പാട്ട് പാടാൻ പറ്റില്ല, നാമജപമാണ് ഇവിടെ നടക്കുന്നത്, ഭക്തി ഗാനമേളയാണ് നടക്കുന്നത്, ഞങ്ങൾക്ക് പാടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന മ്യൂസിക് ഉപകരണങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞുകൊണ്ട് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഞാൻ ആ സ്ഥലത്ത് പോയതാണ്. ഞാനും പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സോമനും അതുപോലെ തന്നെ RSS-ൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള ശ്രീ P. സുധാകർജിയും കൂടെ അടങ്ങുന്ന സംഘം, ഞങ്ങളൊരു 12 പേര് 4 വാഹനത്തിലായിട്ട് അവിടെ എത്തുന്നു. അവിടെ എത്തുമ്പോൾ ഈ സംഘർഷമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ എത്തിയതിന് ശേഷമാണ് അവിടുത്തെ കൗൺസിലർ എത്തുന്നത്. കാരണം കൗൺസിലർ അന്ന് സുഗതനാണ്. അതെ, കൗൺസിലർ സുഗതനാണ്. ഞങ്ങളും എത്തിയതിന് ശേഷം എത്തിയ സുഗതൻ അവിടെ ഉണ്ടായിരുന്ന പോലീസ് സംഘത്തോട് ആവശ്യപ്പെട്ടു, ഈ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യണം, ഈ നാമജപ ഘോഷയാത്ര അലങ്കോലപ്പെടുത്തിയ ഈ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് മാത്രമാണ് സുഗതൻ ആവശ്യപ്പെട്ടത്. പക്ഷേ സുഗതൻ്റെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തു. അന്ന് ഈ വിപിനല്ലേ ആയിരുന്നു? വിപിൻ ചാർജ് എടുത്ത രണ്ടാം ദിവസമാണ്. ഈ 2-ാം ദിവസം വന്ന് ചാർജ് എടുക്കുന്നു. ഈ ടാർസൻ എന്ന് പറയുന്ന ബിനു
എന്നാണ് അയാളുടെ വിളിപ്പേര്. ഡാനി എന്നൊരു പേര് കേട്ടിരുന്നു ഇടയ്ക്ക്. അല്ല, ഡാനി എന്ന് പറയുന്നത് മറ്റൊരു കേസിലെ വാദിയാണ്. ഇയാൾ ടാർസൻ എന്ന് പറയുന്നയാൾ ആ പ്രദേശത്തെ സ്ഥിരം ശല്യക്കാരനാണ്. 29 കേസുകൾ അയാളുടെ പേരിൽ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലുണ്ട്. അതിൽ 4 മയക്കുമരുന്ന് കടത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു വീഡിയോ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അയാൾ രാവിലെ മുതൽ വെട്ടുകത്തിയുമായിട്ട് ആ പ്രദേശത്ത് നിന്ന് അവിടെ അതുവഴി പോകുന്ന വാഹനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതെ, സമൂഹ മാധ്യമങ്ങൾ വീഡിയോ പുറത്തുവിട്ടിരുന്നു. നല്ല പിള്ള ചമയ്ക്കാനാണ് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരനും CPM-കാരനും ശ്രമിക്കുന്നത്. അത് അവനെ ഉപയോഗിക്കുന്ന ഇവിടുത്തെ പ്രാദേശിക നേതാക്കളുണ്ട്, ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുണ്ട് ഉപയോഗിക്കുന്ന. അയാളുടെ പേരിൽ നാളെ ഇതുവരെ കാപ്പ ചുമത്താനായിട്ട് ഇത് ചെയ്തിട്ടില്ല. സുഗതൻ്റെ പേരിലുള്ള കേസുകളെല്ലാം കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ്. ഇപ്പോൾ നിലവിൽ 7 കേസുകളുണ്ട്. അതിലൊന്ന് ഒരു ഡാനി എന്ന് പറയുന്ന ഒരാളെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ്. അത് സുഗതനെതിരെ എടുക്കുന്ന കേസാണ്. രണ്ടാമത്തത് ഇവിടുത്തെ മണ്ണ് മാഫിയ സംഘങ്ങളുടെ വാഹനങ്ങൾ കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് 2 കേസ് സുഗതനെതിരെ എടുത്തിട്ടുണ്ട്. ഇതിലൊന്നും തെളിവുകളില്ലാത്തതുകൊണ്ട് കോടതി സുഗതന് മുൻകൂർ ജാമ്യം കൊടുത്ത് തന്നെ വിട്ടയച്ചതാണ്. ഈ കേസുകളിലെല്ലാം സുഗതൻ മുൻകൂർ ജാമ്യത്തിലാണ്. അതെ, എല്ലാത്തിലും മുൻകൂർ ജാമ്യത്തിലാണ്. ഇതിൽ അവസാനത്തെ ഒരു കേസിലാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. സുഗതൻ ഈ ടാർസൻ എന്ന് പറയുന്ന പ്രശാന്തിനെ ആക്രമിച്ചു എന്ന് പറയുന്ന കേസാണ് അവസാനമായിട്ട് സുഗതൻ്റെ മേൽ ചുമത്തപ്പെടുന്നത്. ഈ ചുമത്തപ്പെടുന്ന കേസ് അദ്ദേഹം ഹൈക്കോടതി ചുമത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ 4 പ്രതികളാണ്. 4 പ്രതികളിൽ ഒരു പ്രതിയെ ഈ ഇതിനിടയിൽ അറസ്റ്റ് ചെയ്തു. ബാക്കി 3 പേര് ഹൈക്കോടതിയിലെ ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അതിൽ സുഗതനെ വട്ടിയൂർക്കാവ് പോലീസിന് മുന്നിൽ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുന്ന മുറയ്ക്ക് ജാമ്യം എടുക്കണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. അത് ഈ മാസം ജൂൺ മാസം 1-ാം തീയതിയാണ് അങ്ങനെ ഒരു ഉത്തരവ് അവിടെ നിന്ന് വരുന്നത്. ആ ഉത്തരവിൻ പ്രകാരം മറ്റ് 2 പേർക്കും സ്റ്റേഷനിൽ ഹാജരായി ജാമ്യം കൊടുക്കണമെന്നും സുഗതൻ സ്റ്റേഷനിൽ ഹാജരാകുമ്പോൾ വേണ്ടി വന്നാൽ സുഗതനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കണമെന്നാണ് ഉത്തരവ്. അങ്ങനെയാണ് കോടതി ഉത്തരവ്. ആ കോടതി ഉത്തരവ് വകവച്ചില്ല എന്നുള്ളതാണോ ഇപ്പോൾ? കോടതി ഉത്തരവ് വകവയ്ക്കാതെ അത് ബുദ്ധിപൂർവ്വം ഒരു ശ്രമം നടത്തി. ആ കേസിൽ നിലവിൽ സുഗതനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ കേസിൽ അറസ്റ്റ് ചെയ്താൽ അത് കോടതി വിധിയുടെ ലംഘനമാവൂ എന്നുള്ളത് കൊണ്ട് വീട്ടിൽ കയറി പിടിക്കാനായിട്ട് ഇവിടുത്തെ SHO തയ്യാറായില്ല. പകരം ഒരു കാപ്പ കേസുണ്ടാക്കി ആ കാപ്പയുടെ പേരിൽ കളക്ടറുടെ കയ്യിൽ നിന്ന് കളക്ടറെയും ഉദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഓർഡർ ഉണ്ടാക്കി അതിൻ്റെ ബേസിലാണ് വീട് കയറിയുള്ള ആക്രമണം. വീട് കയറിയുള്ള ആക്രമണം എന്ന് തന്നെ പറയാം, അറസ്റ്റല്ല, ആക്രമണമാണ്. വീട്ടിലെത്തുന്നു. അഭിജിത്ത് എന്ന് പറയുന്ന SI-യും അയാളും കൊടും ക്രിമിനലാണ്. അഭിജിത്ത് എന്ന് പറയുന്ന SI-യും അതുപോലെ തന്നെ ഈ ബിപിൻ എന്ന് പറയുന്ന CA-യുമായിട്ട് വീട്ടിലെത്തുന്നു. വീട്ടിനകത്തോട്ട് മഴയാണെന്ന് കയറി നിന്നോട്ടെ എന്ന് സുഗതൻ്റെ ഭാര്യയോട് ചോദിക്കുന്നു. അവരിപ്പോൾ യൂണിഫോമിലായിരുന്നോ? ഒരാൾ യൂണിഫോമിൽ, ഒരാൾ അൺയൂണിഫോമിലും. അൺയൂണിഫോമിൽ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സ്വന്തം സർവീസ് റിവോൾവർ ഉപയോഗിച്ച് വെടിവയ്ക്കാനുള്ള അവകാശം എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. അത്ര വലിയൊരു ക്രിമിനലല്ല സുഗതൻ എന്നിരിക്കെ, ഒരു ജനപ്രതിനിധിയാണെന്നിരിക്കെ സുഗതൻ്റെ വീട്ടിൽ കയറി ഇത്രയും വലിയ അക്രമം. സുഗതൻ്റെ വീട്ടിനുള്ളിൽ നിന്നും സുഗതനെ പിടിക്കുന്നു. സുഗതനെ ബലാത്കാരമായി വീട്ടിൻ്റെ പിന്നിലേക്ക് കറുത്ത ഇരുട്ടുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ആ ഭാഗത്ത് വെച്ചിട്ട് മൃഗീയമായിട്ട് സുഗതനെ മർദ്ദിക്കുന്നു. ഇത് തടുക്കുന്ന ഭാര്യയെ വളരെ ദയനീയമായിട്ട് അവരെ ഉപദ്രവിക്കുന്നു. അവർ ധരിച്ചിരുന്ന ഷർട്ടിനുള്ളിൽ, ആ വസ്ത്രത്തിനുള്ളിൽ മുഴുവൻ ബൂട്ടിൻ്റെ പാടാണ്. വനിതാ പോലീസ് കൂടെ ഉണ്ടായിരുന്നില്ല. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെ വീട്ടിനുള്ളിൽ കയറാനാണ് വരുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നിട്ടും വനിതാ പോലീസിനെ കൊണ്ടുവരാതെ പുരുഷ പോലീസാണ് അതിനുള്ളിൽ കയറിയത്. ഇവർ 2 പേരാണ് അതിനുള്ളിൽ കയറിയതും ഈ അക്രമം മുഴുവൻ കാണിച്ചു. 8 വയസ്സായ കൊച്ചിനെ എടുത്ത് ദൂരെ എറിഞ്ഞു. 8 വയസ്സായ കൊച്ചിനെയും 14 വയസ്സായ കൊച്ചിനെയും മൃഗീയമായി മർദ്ദിച്ച് പുറത്തു പോയി ഇരുട്ടത്തിട്ട് സുഗതനെ ഭംഗിയായി അവിടെ മർദ്ദിക്കുന്നു. അവർ പറഞ്ഞത് ഞങ്ങൾ വെടിവെക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് 100 പേരോളം വരുന്ന BJP പ്രവർത്തകർ തടിച്ചുകൂടിയത് കൊണ്ടാണെന്നാണ് പറഞ്ഞത്. എന്താണ് വാസ്തവം? ഒരു വാസ്തവവും ഇല്ല. അവർ തന്നെ ഇത് തയ്യാറാക്കിയിട്ടുള്ള FIR-നുള്ളിൽ വെറും 5 പേരെയാണ്. അല്ല, അതാണ് പുലർച്ചെ പകൽ സമയമാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ഫോൺ ചെയ്തോ പെട്ടെന്നൊക്കെ വന്നെന്ന് പറയാം. ഈ പുലർച്ചെയുള്ള സമയത്ത് ഇത്രയും അധികം പ്രവർത്തകർ അവിടെ തടിച്ചുകൂടാൻ സാധ്യത പുലർച്ചെയല്ല. ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നത് രാത്രി 10 മണിയോട് കൂടിയിട്ടാണ്. 10 മണിക്ക്. പക്ഷേ മാധ്യമങ്ങളിൽ അറിഞ്ഞത് പുലർച്ചെയല്ല, 10 മണിയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. രാത്രി 10 മണിക്കാണ് അയാളുടെ വീട്ടിൽ കയറിയത് അറസ്റ്റ് ചെയ്യുന്നത്. ഈ 10 മണിക്ക്
ആകെ ഉണ്ടായിരുന്നത് സുഗതനും ഭാര്യയും 2 കുട്ടികളുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്നയാളെന്ന് പറയുന്നത് സുഗതൻ്റെ ജോലിക്കാരൻ, തൊട്ടടുത്ത് താമസിക്കുന്ന ആൾ വീണ് കയ്യിൽ ഒരു മുറിവ് പറ്റിയത് കാരണം അദ്ദേഹത്തെ അവിടെ താമസിപ്പിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാഫാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പൈസ വാങ്ങാനായിട്ട് ആ വീട്ടിൽ വന്ന അയാളല്ലാതെ വേറെ ഒരാളും അവിടെ ഇല്ല. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിയാണ് തൊട്ടടുത്ത് താമസിക്കുന്ന സുഗതൻ്റെ സഹോദരനെ വിളിച്ചു വരുത്തുന്നത്. വല്യച്ഛ ഇവിടെ വലിയ ബഹളമാണ്, പോലീസ് വീട്ടിൽ കയറി ബഹളം വയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുമ്പോൾ സുഗതൻ്റെ ചേട്ടനും ഭാര്യയും കൂടെ അവിടെ വരികയാണ്. ആ ഭാര്യയും ചേട്ടനും ഈ വീട്ടിലുണ്ടായിരുന്ന 4 പേരും അല്ലാതെ വേറൊരാൾ അവിടെ ഇല്ല, വേറെ ആരും അവിടെ ഇല്ല. ഇത് ഈ കുട്ടി വിളിച്ചു പറഞ്ഞതനുസരിച്ച് സ്പ്രെഡ് ചെയ്യുന്നു. അത് അവിടെ ആളെത്തുമ്പോഴത്തേക്കും സുഗതനെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്നത് ഈ വീട്ടുകാർ മാത്രമാണ്. അദ്ദേഹം അപ്പോൾ ചിക്കൻ പോക്സ് ബാധിതനായിരുന്നോ? അതെ, ഞാൻ പറയാം. അതിൻ്റെ പ്രധാന കാരണം 1-ാം തീയതി, ഈ ജൂൺ മാസം 1-ാം തീയതി ഇദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഹാജരാകണമെന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവ് കിട്ടുന്നു. ആ ഉത്തരവ് 8-ാം തീയതി അവസാനിക്കുകയാണ്. 8-ാം തീയതി അവസാനിക്കുന്ന ഉത്തരവിൻ്റെ ആ കാലാവധി തീരുന്നതിന് മുമ്പ് സുഗതൻ കയ്യിലൊരു 2 സ്ഥലത്ത് പൊള്ളൽ വന്നത് കൊണ്ട് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഡോക്ടർ പറഞ്ഞു, ഇത് ചിക്കൻ ബോക്സിൻ്റെ തുടക്കമാണ്, നിങ്ങൾ റെസ്റ്റ് എടുക്കണം, നിങ്ങൾ പുറത്ത് അലഞ്ഞിരിഞ്ഞ് നടക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനപ്രതിനിധി ആയതുകൊണ്ടാണ് അദ്ദേഹം മറ്റിടത്ത് അലഞ്ഞിരിഞ്ഞ് നടക്കാതെ വീട്ടിൽ വന്നിരിക്കുന്നു. അദ്ദേഹം ഇത് ചിക്കൻ ബോക്സ് ആണെന്ന് പറയുന്ന സമയം തന്നെ അദ്ദേഹത്തിൻ്റെ വക്കീലിൻ്റെ അടുത്ത് പറയുന്നു. വക്കീൽ ഹൈക്കോടതിയിൽ ഈ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട്, ഇത് ഹാജരാകുന്നതിനുള്ള എക്സ്റ്റൻഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇടും. അതായത് 5-ാം തീയതി ഈ അപേക്ഷ ഇടുന്നു. 6-ാം തീയതി 7-ാം തീയതിയും അത് പരിഗണിച്ചില്ല. അത് 8-ാം തീയതി പരിഗണിക്കുന്നു, അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. 9-ാം തീയതി കേസെടുക്കാൻ സമയമില്ലാത്തത് കൊണ്ട് 10-ാം തീയതി രാവിലെയാണ് ഈ കേസെടുത്തത്. ഈ കേസെടുത്തിട്ട് അയാൾക്ക് 2 ആഴ്ച സമയം വീണ്ടും ഹൈക്കോടതി അനുവദിച്ചു. അതിന്റെ ഓർഡർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ അത് ഈ അറസ്റ്റിന് മുമ്പാണോ? അറസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഓർഡർ വരുന്നത്. അറസ്റ്റ് കോടതികളെ അറിയിച്ചില്ലല്ലോ. ഈ അറസ്റ്റ് കോടതികളെ അറിയിച്ചു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കാപ്പ ചുമത്തിയത്. അതെ, കാപ്പ ചുമത്തിയത് മുൻകൂട്ടി. കാരണം കോടതിയിൽ ഹാജരാക്കിയാൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ കാപ്പ ചുമത്താനായിട്ട് സാധ്യമാവില്ല. കാരണം 2 പ്രാവശ്യം പരാജയപ്പെട്ടതാണ്. കഴിഞ്ഞ 2 തവണയും പരാജയപ്പെട്ടതാണ്. ആ പരാജയപ്പെട്ട സ്ഥലത്താണ് ഇദ്ദേഹം ഇത് വിജയിപ്പിച്ചെടുക്കുന്നത്. ഈ വിപിൻ എന്ന് പറയുന്ന സഖാവ് വിപിൻ എന്ന് പറയുന്ന CI അത് വിജയിപ്പിച്ചെടുക്കുന്നത് 2 പ്രാവശ്യം പരാജയപ്പെട്ട സ്ഥലത്താണ്. അപ്പോൾ ഒരു കാരണവശാലും ഇദ്ദേഹത്തിൻ്റെ മേലിൽ കാപ്പ ചുമത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ഇൻറ്റിമേഷൻ കൊടുക്കണമല്ലോ. അദ്ദേഹത്തിന് ഇങ്ങനെ കാപ്പ ചുമത്താൻ പോകുകയാണെന്ന് പറഞ്ഞ് ഇൻറ്റിമേഷൻ കൊടുക്കുകയാണ്. ഏറ്റവും ഭീകരത നമ്മൾ മനസ്സിലാക്കേണ്ടത് 2023 ഇദ്ദേഹത്തിന് കാപ്പ ചുമത്തിയത് ഈ നാട് കടത്താൻ. ഈ ടാർസൻ എന്ന് പറയുന്ന കൊടും ക്രിമിനലായിട്ടുള്ള DYFI നേതാവ് ഈ വട്ടിയൂർക്കാവിൽ വിലസുമ്പോഴാണ് ഇയാളെ ഇവിടെ നിന്നും നാട് കടത്താനായിട്ട് വരുന്നത്. കോടതി ഇടപെട്ട് കോടതി അതിന് കർശന നിർദ്ദേശം നൽകി. അത് സാധ്യമല്ല, അദ്ദേഹത്തിന് അത്തരം സാഹചര്യങ്ങളില്ല എന്നുള്ളത് സാധ്യമല്ല എന്ന് കണ്ടതുകൊണ്ടാണ് 2023 25 കാപ്പ ചുമത്താനായിട്ട് റെക്കമെൻഡേഷൻ വന്ന് നോട്ടീസ് കിട്ടുന്ന ആ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ കാപ്പ കേസ് അത് റദ്ദ് ചെയ്തു. അങ്ങനെ നിയമത്തിൻ്റെ പരിരക്ഷയിൽ നിൽക്കുമ്പോഴാണ് അനധികൃതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അദ്ദേഹത്തെ കാപ്പ ചുമത്തി ജയിലിലടയ്ക്കപ്പെടുന്നത്. അയാളെ കാപ്പ ചുമത്തുന്നത് ഇപ്പോൾ ആഴ്ചയിലൊരിക്കലാണ് ആരെങ്കിലും കാണാൻ പറ്റുന്നത്. വിയൂർ ജയിലിലാണ് കൊണ്ടുപോയത്. ആഴ്ചയിൽ 1 ദിവസമാണ് അവരുടെ സന്ദർശനമുള്ളത്. അപ്പോൾ മാനസികമായിട്ട് ഈ ജനങ്ങളുടെ ഇടയിൽ ജനപ്രതിനിധിയായിട്ട് നാട്ടിലെ കണ്ണിലുണ്ണിയായി നടന്ന ഒരു മനുഷ്യനെ മൃഗീയമായി കൊണ്ടുപോയി ജയിലിലടച്ച് ജനങ്ങളെ കാണാതെ ജനങ്ങളുമായിട്ട് ബന്ധമില്ലാതെ കഴിയുക എന്ന് പറഞ്ഞാൽ മാനസികമായി തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. നമ്മൾ പരസ്യമായിട്ട് നമ്മൾ CPM-നെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ സുഗതനെതിരെയുള്ള കേസ് മാറ്റിവെച്ചിട്ട് സുഗതൻ രാജിവെച്ച് വാഴോട്ടുകോണത്ത് വീണ്ടും മത്സരിക്കാൻ നമ്മൾ തയ്യാറാവും. ആ മത്സരിക്കാൻ തയ്യാറായാൽ സുഗതൻ ഇപ്പോൾ വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണം പിടിക്കുക എന്നുള്ള ഗൂഢതന്ത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ നടത്തുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി വിചാരിക്കുന്ന രീതിയിൽ ഈ കേസ് അവസാനിക്കില്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു പല ഇടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. കാരണം 45 വർഷത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണം BJP പിടിച്ചു. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിനാണ് ഭരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുഗതനെ ഇത്തരത്തിൽ കേസിൽപ്പെടുത്തി അദ്ദേഹത്തിനെ അയോഗ്യനാക്കി പിന്നീട് ആ ഭരണം തിരികെ പിടിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണെന്നുള്ള ആരോപണം പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്.
അതിൽ വാസ്തവമുണ്ട്? തീർച്ചയായിട്ടും അത്തരം ഒരു ശ്രമമാണ് അവർ നടത്തിയത്, പക്ഷേ പരാജയപ്പെട്ടു. ഇത് ജനപ്രാതിനിധ്യ നിയമത്തിൽ 3 തവണ മനഃപൂർവ്വം ഹാജരാകാതിരുന്നാൽ അയാളുടെ അംഗത്വം റദ്ദായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്നത് വ്യത്യസ്തമാണ്. അദ്ദേഹം കഴിഞ്ഞ 2 കൗൺസിലിൽ പങ്കെടുത്തിരുന്നില്ല. പങ്കെടുക്കാതിരുന്നതിന് വ്യക്തമായിട്ടുള്ള കാരണം അദ്ദേഹം സെക്രട്ടറിയെയും മേയറെയും ധരിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അദ്ദേഹം പുറത്തിറങ്ങുന്നത് വരെ അദ്ദേഹത്തിന് അവിടെ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ള നിലയിൽ ഔദ്യോഗികമായിട്ട് ജയിലിൽ നിന്നും അദ്ദേഹം കത്തെഴുതിയിട്ടുണ്ട്. എന്നെ ഒരു കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കപ്പെട്ടതിനാൽ ഞാൻ വരാൻ ദിവസങ്ങളിൽ ഇതിൽ നിന്ന് മോചിതനാകുന്നതുവരെ ഈ കൗൺസിലിൽ ഹാജരാവാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ നിരപരാധിത്വം തെളിയിച്ച് ഞാൻ പുറത്തു വരുന്നതുവരെ ഞാൻ പങ്കെടുക്കുന്നത് മനഃപൂർവ്വമല്ല എന്ന് കരുതണമെന്ന് പറഞ്ഞിട്ട് സെക്രട്ടറിക്കും മേയർക്കും ഔദ്യോഗികമായിട്ട് കത്ത് ജയിലിൽ നിന്ന് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു കേട്ടൊരു കാര്യം, ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ 9 നടന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ ആദ്യം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരുന്നു, പിന്നീടാണ് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് തോന്നിയത്. കാരണം ഒരുപാട് പേര് ഇദ്ദേഹത്തിന് പിന്തുണയുമായി വരുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു വാസ്തവമുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവ് മുൻ MLA പ്രശാന്തിൻ്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെതായ പല ഫ്ലെക്സ് ബോർഡുകളും ഇവിടങ്ങളിൽ ഉയർന്നിരുന്നു. അപ്പോൾ അതിൻ്റെ തുക ചെലവഴിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനെയൊക്കെ സുഗതൻ ചോദ്യം ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഏറ്റവും മകുടോദാഹരണമാണ് നമ്മുടെ വട്ടിയൂർക്കാവ് ജംഗ്ഷനിലുള്ള മിനി റവന്യൂ ടവർ. ഈ മിനി റവന്യൂ ടവർ 2,53,43,000 രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചു എന്നുള്ളതാണ് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ഇതെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ 2,53,00,000 രൂപയ്ക്ക് അതിനകത്തുള്ളത് വെറും 4,000 സ്ക്വയർ ഫീറ്റാണ്. സാധാരണ കെട്ടിടം, ഒരു അഡീഷണൽ എക്സ്പെൻസും ഇല്ലാത്ത സാധാരണ കെട്ടിടം, പില്ലറിൽ നിൽക്കുന്ന സാധാരണ കെട്ടിടം. അത് ഒരു സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാൻ 3,000 രൂപ പോലും ചെലവില്ല എന്നിരിക്കെ അതിൻ്റെ നിർമ്മാണം മുഴുവൻ ഹോളോ ബ്രിക്സിലും സാധാരണ സിമെൻറ്റിലും എംസാൻഡിലുമാണ്. 3,000 രൂപ പോലും ഇല്ല എന്നിരിക്കെ അവിടെ 2,53,00,000 രൂപ മുടക്കി നിർമ്മിച്ച ആ കെട്ടിടത്തിൽ അഴിമതിയാണ് എന്നുള്ളത് സുഗതൻ പുറത്തു കൊണ്ടുവന്നിരുന്നു. പോരാത്തതിന് അവിടെ ഒരു വട്ടിയൂർ കാവ് എന്നുള്ള ഒരു ലോഗോ ആ മിനി റവന്യൂ ടവറിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനെതിരെ ഒരു കേസ് സുഗതൻ സ്വന്തം ലെറ്റർ പാഡിൽ വില്ലേജ് ഓഫീസർക്കും കളക്ടർക്കും കൊടുത്തിട്ടുണ്ട്. കാരണം സർക്കാർ ഓഫീസുകളിൽ ഒരു സ്വകാര്യ വ്യക്തികളുടെയും ലോഗോ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് വട്ടിയൂർക്കാവ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ MLA നടത്തുന്ന ഒരു സ്വകാര്യ സംഘടനയുടെ പേരിൽ ഒരു ലോഗോ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിനെതിരെയും സുഗതൻ ഇത് അഴിമതിയാണെന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ആ പരാതി കഴിഞ്ഞ ദിവസം നമ്മളതിൻ്റെ ഫോളോ അപ്പ് നടത്തിയിരുന്നു. ആ പരാതി ഇപ്പം നിലവിൽ ഓൾറെഡി തഹസീൽദാരുടെ കയ്യിൽ നിന്നും കളക്ടറുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ. അതുപോലെ തന്നെ ഈ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഈ 2ാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞ് പിന്മാറിയിരുന്നു. അതിനുശേഷം ആ ഒരു സംഭവം കൂടി ഒന്ന് വിശദീകരിക്കാമോ? അത് പാപ്പാട് മഹിളാ മന്ദിരം. ഈ പാപ്പാട് മഹിളാ മന്ദിരം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു നേരത്തെ വട്ടിയൂർക്കാവ് പഞ്ചായത്തിൽപ്പെട്ട പ്രദേശമായിരുന്നു. അത് പിന്നീട് 2010 ലിക്വിഡേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അത് കോർപ്പറേഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇത് വളരെ 10-60 വർഷങ്ങൾക്ക് മുമ്പ് വട്ടിയൂർക്കാവ് പഞ്ചായത്തായിരുന്ന സമയത്ത് അവിടുത്തെ ഒരു പ്രധാന ജന്മി ഈ പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പഞ്ചായത്തിന് വേണ്ടിയിട്ട് സൗജന്യമായി കൊടുത്ത ഭൂമിയാണ്. ആ ഭൂമിയിൽ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടത്തിൽ മഹിളാ മന്ദിരം, തയ്യൽ യൂണിറ്റ്, അങ്ങനെ ചില ഘടകങ്ങൾ നേരത്തെ പ്രവർത്തിച്ചിരുന്നു. കാലഹരണപ്പെട്ട് അത് ഇല്ലാതായി പോയിരുന്നു. കെട്ടിടം തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ അത് അടഞ്ഞു കിടന്ന സ്ഥലത്ത് MLA കണ്ടിട്ട് MLAയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ മന്ദിരം പുനർനിർമ്മിക്കാമെന്ന ഒരു റിക്വസ്റ്റ് കൊടുത്ത് അവിടുത്തെ കോർപ്പറേഷൻ അധികാരികൾ സമ്മതത്തോടു കൂടി ആ പ്രദേശത്ത് ഒരു പുതിയ കെട്ടിടം സ്ഥാപിച്ചു. ആ കെട്ടിടം സ്ഥാപിച്ചിട്ട് അതിനകത്ത് മഹിളാ മന്ദിരം പുനർനിർമ്മിക്കുന്നു എന്നുള്ള നിലയിൽ അദ്ദേഹം പരസ്യവും കൊടുത്തു. ഒരു സുപ്രഭാതത്തിൽ ഒരു ഉദ്ഘാടന മഹാമഹ നടത്തുന്നു എന്നുള്ള രീതിയിൽ ഈ പ്രദേശത്ത് ഫ്ലെക്സുകൾ പൊങ്ങി.
അപ്പോഴാണ് നമ്മൾ മേയറുമായിട്ട് ബന്ധപ്പെടുന്നത്. അത് പാർട്ടി നേരിട്ട് നടത്തിയിട്ടുള്ള സമരമാണ്. മേയറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മേയറെ ഒരു കാരണവശാലും അവിടുത്തെ ആ ഉദ്ഘാടനം അറിയിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വീണ ജോർജിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നു. വീണ ജോർജിൻ്റെ ഓഫീസിൽ നിന്ന് ഖേദപ്രകടനം അറിയിച്ചുകൊണ്ട് എനിക്ക് നേരിട്ട് സന്ദേശം വരുന്നു. ഞാൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ്, ഒരു കാരണവശാലും ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇത് വരുന്നു. ഇദ്ദേഹം എവിടെയോ മറ്റാരെയോ ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശം നാളിതുവരെ കണ്ടിട്ടില്ലാത്ത പോലീസ് സന്നാഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഒരു മൈക്രോഫോണിൻ്റെ സഹായത്താൽ വൈകുന്നേരം 5 മണിയോടുകൂടി പൂട്ടിയിട്ടിരിക്കുന്ന ആ കെട്ടിടത്തിന് മുന്നിൽ വന്ന് ഉദ്ഘാടനം ചെയ്തു. അതിൽ നമ്മൾ ആ ഉദ്ഘാടനത്തിന് വരുമ്പോൾ നമ്മളുടെ കൗൺസിലർമാരടക്കം 5 കൗൺസിലർമാരടക്കം BJP പ്രവർത്തകർ അവിടെ വന്ന് ഈ ഉദ്ഘാടനത്തിനെതിരെ നമ്മൾ സമരം ചെയ്തിരുന്നു. അതിൽ പങ്കാളിയായിരുന്നു ആ പ്രദേശത്തെ, ഈ മഹിളാ മന്ദിരം ഉൾപ്പെടുന്ന പ്രദേശത്തെ കൗൺസിലർ കൂടിയായിട്ടുള്ള സുഗതൻ. സ്വാഭാവികം അവിടുത്തെ ഇതനുസരിച്ച് മാനുവൽ അനുസരിച്ച് അദ്ദേഹമാണ് ആ പരിപാടിയിൽ നന്ദി പറയേണ്ടത്. കോർപ്പറേഷൻ മേയറാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. കോർപ്പറേഷൻ മേയറല്ല, അതിന് മേളിലുള്ള ആളാണ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ കോർപ്പറേഷൻ മേയറുടെ അംഗീകാരം വാങ്ങിക്കൊണ്ട് അതിൻ്റെ മേളിലുള്ള ആളിനെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിക്കാം. അപ്പോൾ അധ്യക്ഷനായിട്ടിരിക്കേണ്ടത് മേയറാണ്. മേയറുടെ അധ്യക്ഷതയിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്യണമെന്ന് വരുത്തണം. ഇത് മേയറെയോ അവിടുത്തെ കൗൺസിലർമാരെയോ കോർപ്പറേഷനെയോ അറിയിക്കാതെ ഒറ്റ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനത്തിലൂടെ MLA നടത്തിയതാണ്. അത് കോർപ്പറേഷൻ അധികൃതർ വന്ന് നേരിട്ട് ആ 11 മണിയോടുകൂടി ആ കെട്ടിടം പൂട്ടിപ്പോയി. എന്തേ ഈ പറയുന്ന ഈ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ MLAക്കും ചേർന്ന് തിരികെ ഇത് വാങ്ങാനായിട്ട് തയ്യാറായില്ല. സംഭവത്തിലും സുഗതനെതിരെ മാത്രമാണ് കേസുണ്ടായിരുന്നത്. അത് സംഭവത്തിലുണ്ടായതെന്ന് വെച്ചാൽ ആ സമരം നടന്നു, ഇയാൾ പുറത്തു നിന്ന് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് തിരികെ പോകുന്നു. ഒടുവിൽ സുഗതനെ മാത്രം പ്രതിയാക്കിക്കൊണ്ട്, അതിൽ ആദ്യ അവസാനം പങ്കെടുത്ത ഒരാളാണ് ഞാൻ. നമ്മുടെ പാർട്ടി പ്രവർത്തകരെയോ പാർട്ടി ചുമതലക്കാരെയോ ആരെയും കേസെടുക്കാതെ സുഗതനെ മാത്രം കേസെടുത്തു. അത് ഈ കാപ്പയിലുള്ള എണ്ണം തയ്ക്കാനായിട്ട് ആയിരുന്നു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. ഈ ഇടയ്ക്കാണ് മലമുകൾ ഒരു സംഘർഷം ഉണ്ടായത്, BJP CPM പ്രവർത്തകർ തമ്മിൽ. ആ സംഭവത്തിന് ഇതുമായി ബന്ധമുണ്ടോ? ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ സംഘർഷത്തിൻ്റെ പ്രദേശത്തോ സുഗതനെ വരുത്താനായിട്ട് സംഘടന തയ്യാറായില്ല. ആ സംഘർഷമായിട്ട് ബന്ധപ്പെട്ട ആ സംഘർഷ ഭൂമിയിൽ ആദ്യാവസാനം നിന്ന ഒരാളാണ് ഞാനും. അത് അവിടുത്തെ ആ പ്രദേശത്തെ നമ്മുടെ ഒരു പ്രവർത്തകനായിട്ടുള്ള ബിനു, മലമുകളിലെ ബിനു, ഈ ബിനുവിൻ്റെ ഭാര്യയെ നഗ്നതാ പ്രശ്നം നടത്തുന്ന ബിനുവിൻ്റെ ഒരു അയൽവാസിയുണ്ട്. അയൽവാസിക്ക് എതിരെ അയാൾ നമ്മളോട് പരാതി പറയുകയും ഈ അയൽവാസിയെ നമ്മളിനി പോയിട്ട് സംസാരിക്കേണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ പറയുന്നു വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കാനായിട്ട് പറയുന്നു. അദ്ദേഹവും ഭാര്യയും കൂടെ പോയിട്ട് കേസ് കൊടുക്കുന്നു. 12 മണി വരെ അവിടെ നിൽക്കുന്നു. അദ്ദേഹം തിരികെ പോകുന്നു. കാരണം 12 മണി വരെ ഈ ഉദ്യോഗസ്ഥന്മാർ കേസെടുക്കാൻ തയ്യാറായില്ല. ആൾ ഭാര്യയും ആയിട്ട് തിരികെ പോകുന്നു, കേസെടുക്കാതെ പോകുന്നു. വൈകുന്നേരം ആയപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാരും CPMകാരും കൂടെ ഒത്തുകൂടുന്നു. കേസ് കൊടുത്ത ഈ ബിനു എന്ന് പറയുന്ന പ്രവർത്തകനെ അവിടെ പ്രവേശിപ്പിക്കാനായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒത്തുകൂടിയിട്ട് ഈ ബിനു പുറത്തു പോയ സമയം അവിടെ വാഹനം കടത്തിവിടാൻ പറ്റാതെ അവർ റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ പ്രവർത്തകർ 1-2 പേർ അവിടെ പോകുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ പറയുന്നു ബിനുവിനെ അവിടെ പ്രവേശിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, കേസ് പിൻവലിക്കാതെ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ തമ്മിൽ സംഘർഷം ഉണ്ടാകും, വാക്കേറ്റം ഉണ്ടാകും. വാക്കേറ്റത്തിനൊടുവിൽ ഞാൻ പോലീസിനെ വിളിച്ചു പറഞ്ഞു, വട്ടിയൂർക്കാവ് പോലീസിനെ പറയുന്നു. പോലീസ് അവിടെ എത്തുന്നു. ഞാൻ തൊട്ടുപിറകെ ഈ പ്രവർത്തകരുടെ പിന്നാലെ ഞാൻ അവിടെ പോകുന്നു. അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ പ്രവർത്തകർ ഇത് അറിഞ്ഞു വരുന്ന ഒരു 10-20 പ്രവർത്തകരുണ്ട്. ഈ പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സംസാരിക്കുന്നു. ഞാൻ ഒരു വശത്തേക്ക് ഈ പ്രവർത്തകരെ മാറ്റി നിർത്തും, നമ്മുടെ പ്രവർത്തകരെ മാറ്റി നിർത്തും. അപ്പോഴത്തേക്കും ബിബിൻ എന്ന് പറയുന്ന സഖാവ് ബിബിൻ അവിടെ എത്തി. ബിബിൻ അവിടെ എത്തുമ്പോൾ ഞാൻ നമ്മുടെ പ്രവർത്തകർ പറയുന്നു ഇയാളോട് സംസാരിക്കാൻ നമ്മൾ തയ്യാറില്ല. കാരണം നമ്മൾ സംസാരിക്കരുതെന്ന് നമ്മൾ പറഞ്ഞ് അയാളുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോയ ആളാണ് ഞങ്ങളെല്ലാം. അതുകൊണ്ട് അയാൾ സംസാരിക്കാൻ തയ്യാറില്ല എന്ന് പറയുന്നു. ഇയാൾ ഈ വിവരം AC അറിയിക്കുന്നു. AC ഓഫീസിൽ നിന്ന് മ്യൂസിയം CIയും പൂജപ്പുര CIയും അവിടെ വരുന്നു. പൂജപ്പുര CIയും അവിടെ വന്നതിന് ശേഷം എന്നോട് സംസാരിക്കുന്നത് എന്താണ് വിഷയം. അപ്പം ഞാൻ അവരോട് കാര്യം പറയുന്നു, ഇതാണ് സാർ വിഷയം. അപ്പോൾ പറഞ്ഞു ഇതെന്തേ നിയമം നടപ്പിലാക്കുന്നതാണോ? ഞങ്ങളുണ്ട്, പോലീസ് പറയുകയാണ് ഞങ്ങളുണ്ട്, അയാളുടെ വീട്ടിൽ കൊണ്ടുപോകും, അയാൾ അവിടെ താമസിക്കും, അയാൾക്ക് വേണ്ട സംരക്ഷണം ഞങ്ങൾ കൊടുക്കുമെന്ന്. സാറ് പറയുന്ന ഉറപ്പാണോ എന്ന് ഞാൻ മ്യൂസിയം CIയോട് ചോദിക്കുന്നു. ഉറപ്പെന്ന് പറയുന്നു. പൂജപ്പുര CI കൈ തരുന്നു. ഈ 3 CIമാരും കൂടി ചേർന്ന് ഈ പുറത്തു പോയ ബിനുവിനെ കൊണ്ടുപോകാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അയാളുടെ വാഹനത്തിനുള്ളിൽ 3 കുട്ടികളുണ്ട്. അയാളുടെ സഹോദരിയുടെ കുട്ടി, അയാളുടെ 2 കുട്ടികൾ, അയാളുടെ ഭാര്യയുണ്ട്. കൊണ്ട് DYFIക്കാരുടെ മുന്നിലൂടെ നിങ്ങൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട്
DYFIക്കാരുടെ മുന്നിലേക്ക് എത്തുന്നു. മുന്നിലെത്തുമ്പോൾ DYFIക്കാരുടെ മുന്നിലെത്തുമ്പോൾ ഈ കാറിലൊരു ഭയങ്കര ഒച്ചയോടുകൂടി ഒരു അടി. അയാളുടെ കാറിൻ്റെ ചില്ല് പൊട്ടുന്നു. അടിച്ചത് DYFIക്കാരാണ്. പോലീസുകാർ കൂട്ടൽ പോവുകയാണ്. നമ്മുടെ ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് എന്താ ആരുടെ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടുകയാണ്. ഓടുമ്പോൾ മൃഗീയമായിട്ട് വിപിൻ വിസിലൂതുന്നു. മൃഗീയമായിട്ട് നമ്മളെ ചെറിയ കുട്ടികളെ അടക്കം മൃഗീയമായിട്ട് തല്ലിച്ചതയ്ക്കുന്നു. നമ്മൾ അപ്പോഴും ഈ സംരക്ഷണയോട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് പോലീസ് ബിനുവിനെ DYFIക്കാരുടെ മുന്നിൽ നിർത്തിയിട്ട് ഓടി നമ്മുടെ പ്രവർത്തകരുടെ നേരേക്ക് ആക്രമണം നടത്തുന്നു. ഇതിനുള്ളിൽ 3 DYFIക്കാരെ അതിനടുത്തൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ക്രിസ്ത്യൻ പള്ളിക്കുള്ളിലേക്ക് ഈ വിപിൻ തന്നെ കയറ്റി വിടുന്നു. ഇവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു. അവിടെ ഇരുന്ന വിറക് കഷ്ണം പറക്കി നമ്മുടെ പ്രവർത്തകരുടെ ഇടയിലേക്ക് DYFI എറിയുന്നു. നമ്മുടെ ആൾക്കാർ കുറേ നേരം ഇതിന് ശേഷം നമ്മുടെ ആൾക്കാർ വിറകെടുത്ത് തിരിച്ചറിഞ്ഞു. ഈ 3 പ്രവർത്തകർ മുകളിൽ കയറിയിട്ട് അതിലൊരു DYFI പ്രവർത്തകൻ വലിയൊരു കല്ലെടുത്ത് താഴെ നിന്ന ഒരു പോലീസുകാരൻ്റെ തലയിലേക്ക് ഇടുന്നു. നമ്മൾ ഈ ദൃശ്യം അവർക്ക് കൊടുത്തതാണ്. ദൃശ്യം പകർത്തിയിട്ടുണ്ട്. പോലീസ് പകർത്തിയ ദൃശ്യത്തിനുള്ളിൽ ഈ മേളിൽ നിന്നിട്ടുള്ള ദേശാഭിമാനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരു DYFI പ്രദേശത്തൊരു DYFI പ്രവർത്തകനാണ് അവിടെ കല്ലിട്ട് ഈ പോലീസുകാരൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. തൊട്ട് പിറകെ പരിക്കേൽക്കുന്നു. നമ്മുടെ പ്രവർത്തകർ ഓടിച്ചെല്ലുന്നു. പാവപ്പെട്ട പോലീസുകാരനെടുത്ത് പോലീസ് ജീപ്പിൽ കയറ്റി അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് കയറ്റിയ പ്രവർത്തകരെ മൃഗീയമായിട്ട് ഈ വിപിൻ തല്ലുന്നു. ആ തല്ലുന്നത് തടുക്കുന്ന മ്യൂസിയം സിയെയും പൂജപ്പുര സിയെയും ആ ദൃശ്യങ്ങളിൽ കാണാം. അവർ തടുക്കുകയാണ് തല്ലരുതെന്ന്. കാരണം അവരാണ് കൊണ്ടുവന്ന് വണ്ടി കയറ്റിയത്. അവിടെ അത്ര ഒരു ഇതില്ല. മാരകമായ എറി ഈ പള്ളിയിൽ നിന്നും നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് വരുന്നു. ഈ എറി വരുന്ന സമയം തന്നെ വീണ്ടും വിപിൻ വിസിൽ മുഴക്കുന്നു. ഈ പോലീസ് വരുന്നു. നമ്മുടെ ആൾക്കാരെ തല്ലി ഓടിക്കുന്നു. എനിക്കടക്കം ഞാൻ എൻ്റെ സഹപ്രവർത്തകൻ്റെ തലയ്ക്കടി കൊള്ളാൻ എൻ്റെ കുറുക്കിലാണ് അടി കൊണ്ടത്. നമ്മൾ പറയുന്നത് ഇതെന്തേ ഈ കാര്യകർത്താക്കളെ കൂടി അടിക്കുന്നതെന്ന് പറയുമ്പോൾ പോടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അറയ്ക്കുന്ന തെറി വിളിച്ച രാജേഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ, അൺയൂണിഫോമിൽ നിന്ന ഒരു പോലീസുകാരൻ രാജേഷ് എന്ന് പറയുന്ന നമ്മുടെ കുണ്ടാങ്കളവിൽ താമസിക്കുന്ന ഒരു പോലീസുകാരനുണ്ട്. ആ പോലീസുകാരൻ അഴിമതി അവിടെ കൈക്കൂലി വാങ്ങുന്നതിൽ ഏറ്റവും ഭംഗിയായി കൈക്കൂലി വാങ്ങുന്ന ഒരു പോലീസുകാരനാണ് ഈ രാജേഷ് മൃഗീയമായി തല്ലിച്ചതയ്ക്കും. തെറിവിളി എന്ന് പറഞ്ഞാൽ തെറി അഭിഷേകമാണ്. അതിനകത്തെല്ലാം ഈ പോലീസ് ID പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ. അതിനകത്തുണ്ട്. ഇതെല്ലാം ബീപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ തെറി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ആൾക്കാരെ ഓടിക്കുന്നു. ഞാൻ എല്ലാവരെയും പിടിച്ച് മാറ്റി തിരിച്ച് നെട്ടയത്തേക്ക് കൊണ്ടുവരും. നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു. അതിൽ ഞാൻ ഇത് മാറ്റിയതോ ഞാൻ ഇതായത് ചെയ്തില്ല. എൻ്റെ പേരിൽ സംഘർഷത്തിന് 1-ാം പ്രതിയാക്കി കേസെടുക്കുന്നു. രാവിലെ ഞങ്ങൾ കമ്മീഷണറെ കാണുന്നു. ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നു. നമ്മൾ ഇതിൽ FIR എടുത്തത് 2 കൂട്ടരെയും കൂടെ ഒറ്റ FIRലാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞങ്ങൾ ആ ദൃശ്യം കാണിക്കുന്നു. ദൃശ്യം കാണിക്കുന്നത് കൊണ്ട് മാത്രം FIRൽ CPM പ്രവർത്തകൻ്റെ കയ്യിലിരുന്ന കരിങ്കൽ ചീളി കൊണ്ട് പോലീസുകാരൻ്റെ തലയ്ക്ക് മാരകമായി മുറിവേറ്റുവെന്ന് FIRനകത്ത് എഴുതി ചേർക്കുന്നു. ഇതാണ് കമ്മീഷണറുടെ ഇടപെടൽ മാത്രം. പക്ഷെ നമ്മളുടെ പേരിൽ അത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ മനഃപൂർവ്വം ഒറ്റ FIRൽ 2 കൂട്ടരെയും ചേർത്തു. അടുത്ത ദിവസം നമ്മൾ കമ്മീഷണറെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ആരാധനാലയം ചവിട്ടി തുറന്നു. നമ്മുടെ ക്ഷേത്രം ചവിട്ടി തുറന്നു. എടപ്പഴിഞ്ഞി കുമാരാരാമൻ ക്ഷേത്രം ചവിട്ടി തുറന്നു. ഇടപ്പഴിഞ്ഞിൽ പോലീസുകാർ ബൂട്ടിട്ടൊക്കെ അതിക്രമിച്ച് കയറുന്നുണ്ടോ? അത് ആരൊക്കെയായിരുന്നു അറിയാമോ? ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അത് ദീപു എന്ന് പറയുന്ന ദീപു എസ് പിള്ളായി. ഈ ദീപു എന്ന് പറയുന്ന പോലീസുകാരൻ്റെ നേതൃത്വത്തിൽ വന്ന ഒരു സംഘമാണ്. അതിനെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലുള്ള 2 പേരാണ്. വിപിൻ പുറത്തു നിൽക്കുകയായിരുന്നു. വിപിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ എത്തിയത്. വിപിൻ എന്ന് പറയുന്ന ആളാണ് നേതൃത്വം കൊടുത്തത്. ദീപു പിള്ളയാണ് അതിനുള്ളിലേക്ക് കയറാനായിട്ട് നിയോഗിച്ചത്. അവർ മതിൽ ചാടിക്കടന്ന് ബൂട്ടിട്ട് നമ്മുടെ ക്ഷേത്രത്തിനുള്ളിൽ കയറി ക്ഷേത്രത്തിൻ്റെ ഓഫീസിൻ്റെ വാതിൽ ചവിട്ടി തുറന്നാണ് അവരെ പിടിച്ചത്. ഈ വിപിൻ കുണ്ടറ സ്റ്റേഷനിലും ചെങ്ങന്നൂർ സ്റ്റേഷനിലും ഇരിക്കുമ്പോൾ നിരവധി കേസുകളിലെ പ്രതിയാണ്. കുണ്ടറ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ അവിടെ 2 യുവാക്കളെ നഗ്നരായി നിർത്തി അതിലൊരു യുവാവ് 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബോധരഹിതനായി വീഴുന്നു. അദ്ദേഹം 16 ദിവസത്തോളം നമ്മുടെ കൊല്ലത്തൊരു ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ബോധമില്ലാതെ ബോധരഹിതനായി കിടന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം അതിൽ
ഇതിനെതിരെ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. രണ്ട് വിദേശ ദമ്പതികളെ കൊണ്ടുവന്ന് മർദ്ദിച്ച് അവരുടെ കയ്യിൽ നിന്നും പണം കൈക്കലാക്കി എന്ന് പറഞ്ഞിട്ട് വിദേശ ദമ്പതികൾ വിപിനെതിരായി കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസൊക്കെ അതുപോലെ തന്നെ സ്വന്തം മേലുദ്യോഗസ്ഥൻ്റെ തലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന ഫാൻ എടുത്തടിച്ചതിൽ ഇദ്ദേഹത്തിനെതിരെ കേസുണ്ട്. ഇവിടെ രണ്ട് കൂട്ടരുടെയും മാർക്സിസ്റ്റുകാരൻ്റെയും കോൺഗ്രസ്സുകാരൻ്റെയും രണ്ട് കൂട്ടരെയും സഹായം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ഇത് പറഞ്ഞിരുന്നു, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ആഭ്യന്തരമന്ത്രിക്ക് ശേഷം അറസ്റ്റിന് ശേഷം ആഭ്യന്തരമന്ത്രി അന്ന് രാവിലെ ഒരു ഇത് കണ്ടു. ആകാശത്തേക്ക് വെടിവെച്ച് പ്രതിയെ പിടിച്ച പോലീസുകാരനെ അഭിനന്ദിച്ചുകൊണ്ട് CI അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതായിരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് രാത്രി തന്നെ അദ്ദേഹത്തെ നമ്മൾ നേരിക്കണ്ടിരുന്നു. ഞാനും മേയറും നമ്മുടെ ജില്ലാ പ്രസിഡന്റും നമ്മുടെ കൗൺസിലർ ഗിരികുമാറും അടക്കമുള്ള ഒരു സംഘം ഞങ്ങൾ ആഭ്യന്തരമന്ത്രിയെ കണ്ടിരുന്നു. ആഭ്യന്തരമന്ത്രി കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ കേസുകൾ 5 എണ്ണമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. ഞങ്ങൾ പറഞ്ഞ 5 അല്ല 7 കേസ് നിലവിലുണ്ട്. ആ കേസുകളുടെ നമ്പർ കൂടി നമ്മൾ കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഇതാണോ, പക്ഷേ ഇയാൾ കൊടും ക്രിമിനലാണെന്നാണല്ലോ എനിക്ക് വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയിട്ടുള്ള വിവരം. ഇത് വട്ടിയൂർക്കാവ് SHO അല്ല പറഞ്ഞത്, പകരം കമ്മീഷണറാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കമ്മീഷണർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത്, കമ്മീഷണർക്ക് എന്തായാലും അറിയാതിരിക്കില്ലല്ലോ. കമ്മീഷണർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാണ്. പക്ഷേ മുൻ കമ്മീഷണർ, ഇപ്പോഴത്തെ കമ്മീഷണറല്ല, ഇന്നലെ വരുന്ന K. കാർത്തികായിരുന്നു, അദ്ദേഹം ഇതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇതിനകത്ത് ഒരുപാട് ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നടത്തി സുഗതനെ കുരുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കുറേ നാളുകളായിട്ട് ഈ പ്രദേശത്ത് അക്രമം പോലീസ് നടത്തുക മാത്രമല്ല, ഈ വട്ടിയൂർക്കാവുമായി പ്രദേശവുമായി ബന്ധപ്പെട്ട് മണ്ണ് മാഫിയ സജീവമാണ്. അതിൽ മണ്ണ് മാഫിയയ്ക്ക് ഇതിൽ ബന്ധമുണ്ടെന്നും സുഗതനുമായി ശത്രുതയുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും മണ്ണ് മാഫിയ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണ്, CPM-കാരാണ് ഈ പ്രദേശത്തെ മണ്ണ് മാഫിയ മുഴുവൻ. ഈ മണ്ണ് മാഫിയകളെ എതിർക്കുന്നതിൽ സുഗതൻ ഒരു പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് മണ്ണ് മാഫിയകൾക്ക് സുഗതനോടുള്ള എതിർപ്പിന് കാരണമായി. ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, വാഴോട്ടുകോണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കം നേരിട്ട് നടത്തുന്ന ഒരു ഗുണ്ടാ സംഘമാണ് മണ്ണ് മാഫിയ. വാഴോട്ടുകോണം ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഈ മണ്ണ് മാഫിയ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട്. വാഴോട്ടുകോണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് വട്ടിയൂർക്കാവിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ പങ്കുണ്ട്. വാഴോട്ടുകോണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നമ്മുടെ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസിൽ മുഴുവൻ സന്നാഹങ്ങളും ഒരുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചയാളാണ്. അദ്ദേഹത്തിനെതിരെ കേസുണ്ടോ? അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലായ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടോ? ഇല്ല. ഇത് അദ്ദേഹത്തിനെതിരെ നമ്മളൊരു കേസ് നമ്മുടെ DGPക്കും കമ്മീഷണർക്കും കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശം, ഇദ്ദേഹം ആളിനെ വരാൻ പറയുന്ന ശബ്ദ സന്ദേശം അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നാളിതുവരെ അദ്ദേഹത്തെ അതിൽ പ്രതികർക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു സംഭവത്തിന് ശേഷം നിയമ നടപടികളുമായി പാർട്ടിയോ സുഗതൻ്റെ കുടുംബമോ പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ കാപ്പ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടും കാപ്പ കേസ് ഒഴിവാക്കുന്ന അഡ്വൈസറി ബോർഡിനെ സമീപിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്, നേരിട്ടാണ്. നമുക്ക് കാപ്പ അഡ്വൈസറി ബോർഡിനെ സമീപിക്കുന്ന നമ്മളുടെ റെക്കമെൻഡേഷൻ മുഴുവൻ നേരിട്ട് മെയിൽ മുഖാന്തരം ജയിലിൽ നിന്നാണ് വരാനുള്ളത്. ആ ജയിലിൽ നിന്നുള്ള സന്ദേശം മുഴുവൻ അഡ്വൈസറി ബോർഡിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇത് കള്ളക്കേസാണെന്ന് ഹൈക്കോടതി ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ വ്യവസ്ഥാപിത നടപടികൾ പോവുകയാണ്. കാരണം ഒരു സുഗതനെ വധിക്കാനുള്ള ശ്രമമായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ കരുതുന്നു. 9-ാം തീയതി രാത്രി സുഗതൻ്റെ സഹോദരൻ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സുഗതന് വെടിയേറ്റ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആക്രമിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു എന്നുള്ള ഒരു സാഹചര്യം വന്നേനെ. കാരണം ഈ ചെറിയ കുട്ടി, 8 വയസ്സായ കുട്ടി, വല്യച്ഛൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് പോലീസ് ശ്രമിക്കുന്നു, നമ്മളെ വീടിനുള്ളിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ സുഗതൻ്റെ സഹോദരൻ അവിടെ എത്തുകയാണ്. സഹോദരനും ഭാര്യയും, രഞ്ജിനി എന്ന് പറയുന്ന കേസെടുക്കുമെന്ന വാർത്തകൾ കണ്ടിരുന്നു. സുഗതനെയും സുഗതൻ്റെ സഹോദരനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അവർ 100 പേര് അവിടെ ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ കേസെടുത്തിരിക്കുന്നത് 2 പേർക്കെതിരെ കണ്ടാലറിയാവുന്നുള്ള 3 പേരും. അതായത് 3 പേരിൽ ഒന്ന് 8 വയസ്സായ കുട്ടിയും ഒന്ന് 14 വയസ്സായ കുട്ടിയാണ്, ഒന്ന് സുഗതൻ്റെ ഭാര്യയും. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സുഗതൻ്റെ ചേട്ടൻ്റെ ഭാര്യ കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴവിടെ വന്നു, വിളിച്ചു വരുത്തിയപ്പോൾ വന്നു. അവരെയും മർദ്ദിച്ചു. ഇവർ 2 പേരെയും നമ്മൾ പേരുള്ള ഹോസ്പിറ്റലിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്തത്.
അവരെ നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ കൂടെ നിൽക്കാൻ ആളില്ലാത്തത് കൊണ്ട് നമ്മൾ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവരുടെ ശരീരം ആസകലം ചവിട്ടുണ്ട്, 2 സ്ത്രീകളുടെയും ശരീരം ആസകലം ചവിട്ടുണ്ട്. ഇത് ആകാശത്തേക്ക് വെടിവെച്ചു എന്ന് പറയുന്നത് വെറും കളവാണ്. ആ വെടി പൊട്ടിയത് സുഗതൻ്റെ സഹോദരൻ ഈ വെടിയുതിർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, സുഗതൻ്റെയും കൊച്ചിൻ്റെയും നേരെ വെടിയുതിർക്കാൻ ശ്രമിക്കുമ്പോൾ കയറി തടസ്സപ്പെടുത്തുന്നതുകൊണ്ടാണ് വെടി ആകാശത്തേക്ക് പോയത്. അതെന്താണെന്ന് അവിടെ സംഭവിച്ചില്ല. എവിടെയൊക്കെയാണ് വെടി പോയതെന്നുള്ളത് ഇതുവരെ നമുക്ക്, കാരണം ഇരുട്ടത്താണല്ലോ ഈ സംഭവം. എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, അതായത് ഇതിലും വലിയ ക്രിമിനലുകളെ പോലീസുകാർ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആകാശത്തേക്ക് വെടിവെച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് വിശ്വാസയോഗ്യമല്ല. അത് മാത്രമല്ല, അദ്ദേഹം കുണ്ടറയിൽ ജോലി ചെയ്തിരിക്കുമ്പോൾ അവിടെ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഈ വിപിൻ ഇപ്പോൾ പറയുന്നത് അയാൾ ജിമ്മിൽ പ്രാക്ടീസിന് പോയപ്പോഴാണ് ഞാൻ വിവരം കിട്ടി, സുഗതനുണ്ടെന്ന് പറഞ്ഞ് വിവരം കിട്ടി അവിടെ പോകുന്നതെന്നാണ് പറയുന്നത്. സുഗതനുണ്ടെന്ന് വിവരം കിട്ടി അവിടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കണം, ഇയാൾ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ അയാൾ എന്തിനാണ് ഈ റിവോൾവർ കൊണ്ടുപോകുന്നതെന്നുള്ളതൊന്ന് ചിന്തിക്കണം. അയാൾക്ക് മാന്യമായിട്ട് നടക്കാൻ കഴിയാത്ത രീതിയിൽ അയാൾക്ക് മുഴുവൻ ശത്രുക്കളാണ്, ഈ സംസ്ഥാനം മുഴുവൻ ശത്രുക്കളാണ് എന്നുള്ളത് അയാൾക്ക് തന്നെ ബോധ്യമാണ്. അയാളെ ഒരു കാരണവശാലും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അയാളെ പിരിച്ചുവിടണം എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. അയാളെ പിരിച്ചുവിടുന്നത് വരെ, സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത് വരെ ഏതറ്റവും നിയമപരമായിട്ടുള്ള സമീപനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകും. ശരി. അപ്പോൾ ഇതിൽ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ആദ്യം ഈ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ സുഗതൻ്റെ മേൽ എന്തെങ്കിലും കാര്യങ്ങളില്ലാതെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരില്ല എന്നായിരുന്നു കരുതിയിരുന്നതെങ്കിലും പിന്നീട് വന്ന വാർത്തകൾക്ക് താഴെ വന്ന കമൻറ്റുകൾ, പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം സുഗതന് അനുകൂലമായിരുന്നു. എന്ന് മാത്രമല്ല, സുഗതൻ കാപ്പ കേസ് പ്രതിയാണെങ്കിൽ അദ്ദേഹത്തിനെ അത് ബോധ്യപ്പെടുത്താതെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് കാപ്പ ആക്ട് ചുമത്തിയ കാര്യം അദ്ദേഹത്തിനെ അറിയിക്കുന്നത്. എന്ന് മാത്രമല്ല, സുഗതൻ രാത്രി വീട്ടിലുള്ളപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റ് സ്ത്രീകളും ഉണ്ട് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാണ്. എന്നിട്ട് കൂടി വനിതാ പോലീസിനെ ഉൾപ്പെടുത്താത്തതും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തത വന്നിരിക്കുന്നു എന്ന് കരുതുന്നു. എന്തായാലും ആഭ്യന്തരമന്ത്രി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ആഭ്യന്തരമന്ത്രിക്ക് കാര്യം ബോധ്യമായി എന്നും ശ്രീ മണികണ്ഠൻ പറയുന്നുണ്ട്. എന്തായാലും ഇനി ഇതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെയും നേതൃത്വത്തിൻ്റെയും തീരുമാനം. 10 വർഷങ്ങൾ പിണറായി വിജയൻ്റെ പോലീസിൻ്റെ കീഴിൽ അടിയന്തരാവസ്ഥ, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ അനുഭവിച്ചവരാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് UDF സർക്കാർ ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇത്തരക്കാരെ സർവീസിൽ, അത് വാസ്തവമാണെങ്കിൽ, അതിൽ തെളിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കുറ്റക്കാരനാണെങ്കിൽ അവർ സംരക്ഷിക്കരുതെന്നും ഉള്ള ഒരു അപേക്ഷയോടുകൂടി നിർത്തുന്നു. വീണ്ടും കാണാം.